വെടിനിർത്തൽ കരാർ ഏകപക്ഷീയമായി ലംഘിച്ച ഇസ്രയേലിന് വീണ്ടും മുന്നറിയിപ്പുമായി അമേരിക്ക എത്തിയിരിക്കുകയാണ്. രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ച അമേരിക്ക ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിരിക്കുന്നത്. അതായത് ഇസ്രയേലിനെ വിളിച്ച് ശാസിക്കുകയും ഇസ്രയേലിനോട് കൃത്യമായി നിലപാട് കടുപ്പിക്കുകയും ചെയ്യും എന്ന വിവരമാണ് പുറത്തു വരുന്നത്. കാരണം ഫലസ്തീനിൽ നടക്കുന്ന കൂട്ടക്കുരുതിയിൽ മരണസംഖ്യ 200 വീണ്ടും കഴിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, ഫലസ്തീനിൽ ഹമാസിനെ കയറി ആക്രമിക്കാൻ ഹമാസിന്റെ ഒളിത്താവളങ്ങൾ കണ്ടുപിടിച്ച് ഹമാസ് ഒരിക്കലും അവിടെ പിടിമുറുക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇസ്രയേൽ അവിടെ യുദ്ധക്കളമാക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുകയാണ്. വാസ്തവത്തിൽ ഹമാസ് വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട കാര്യം കൃത്യമായി ഒരക്ഷരം തെറ്റാതെ അത് കാത്തു സൂക്ഷിക്കാൻ പരമാവധി ശ്രമിക്കുന്നു. എന്നാൽ ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഈ അരക്ഷിതാവസ്ഥ അത് ഒരു രീതിയിലും ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയില്ല. അമേരിക്കയുടെ ഇനിയുള്ള നീക്കങ്ങൾ എന്താണ് എന്നുള്ളത് തന്നെയാണ് ഹമാസ് വ്യക്തമായി ആലോചിക്കുന്നത്. ഇറാന്റെ മറ്റ് പ്രോക്സി ഗ്രൂപ്പുകൾ, പ്രത്യേകിച്ചും ലെബനനിലെ ഹിസ്ബുള്ളയും അതുപോലെ തന്നെ യമനിലെ ഹൂതി വിമതരും ശക്തമായി തന്നെ ഹമാസിനോടൊപ്പം തന്നെ ചേർന്ന് നിന്നുകൊണ്ട് ഇസ്രയേലിന്റെ നെറുകേടിനെതിരെ പിടിമുറുക്കാൻ തന്നെ ശ്രമിക്കുകയാണ്. നമുക്കറിയാം, ഹമാസ് തട്ടിക്കൊണ്ടുപോയി ജീവനുള്ള ബന്ദികളെ കൃത്യമായി 2 കൊല്ലത്തോളം പാർപ്പിച്ചതുമായി ബന്ധപ്പെട്ട ആ ബന്ദികളെ കൈമാറ്റം ചെയ്തതോടുകൂടി വെടിനിർത്തലിന് പ്രസക്തി ഉണ്ടായിരുന്നു. എന്നാൽ അത് ഏകപക്ഷീയമായി ഇസ്രയേൽ തെറ്റിച്ചിരിക്കുന്നു എന്ന് വീണ്ടും വീണ്ടും ഹമാസ് പറഞ്ഞിരിക്കുകയാണ്. ഹമാസ് 2 കാര്യങ്ങളാണ് ആവർത്തിച്ച് പറയുന്നത്. ഒന്ന്, സ്വതന്ത്ര ഫലസ്തീൻ ഉണ്ടാകാതിരിക്കാൻ ഫലസ്തീനിൽ ഇസ്രയേലിന്റെ മേൽനോട്ടത്തിലുള്ള ഒരു പാവഭരണത്തിനുമാണ് നെതന്യാഹുവിൻ്റെ ശ്രമമെങ്കിൽ നടക്കില്ല. ഹമാസിന്റെ മേൽനോട്ടത്തിൽ ഫലസ്തീനിൽ സർക്കാർ ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. ഫലസ്തീൻ്റെ സമാധാനം ഒരിക്കലും നൽകാതിരിക്കുന്നത് ഹമാസിന്റെ വാശി കൊണ്ടാണെന്നും ഹമാസിന്റെ ഈ മർക്കടമുഷ്ടി മാറ്റിയാൽ മാത്രമേ, ഈ വരട്ട് ന്യായം മാറ്റിയാൽ മാത്രമേ അവിടുത്തെ ജനതയ്ക്ക് നീതി ലഭിക്കുകയുള്ളൂ എന്നുമൊക്കെ യൂറോപ്യൻ യൂണിയൻ പലതവണ അവിടെ ഇരുന്നു കൊണ്ട് ന്യായീകരിക്കാനും എഴുതാനും ശ്രമിച്ചതാണ്. എന്നാൽ ഹമാസ് വളരെ വ്യക്തമായി പറഞ്ഞു, പാവ സർക്കാർ ഫലസ്തീന് വേണ്ടേ വേണ്ട. ലോക രാജ്യങ്ങൾ, അതായത് ഐക്യരാഷ്ട്രസഭയിലെ നിരവധിയായ രാജ്യങ്ങൾ ഫലസ്തീൻ്റെ സ്വതന്ത്ര പദവി, രാജ്യ പദവി അത് പരിപൂർണമായി അംഗീകരിച്ചതാണ്. അത് അംഗീകരിക്കാൻ താല്പര്യമില്ലാത്ത രാജ്യങ്ങളിൽ അമേരിക്കയുണ്ട്. അമേരിക്കയുടെ ചർച്ചാ നടപടികൾ എന്താണെന്ന് ഞങ്ങൾക്കറിയണം. വീണ്ടും രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചയിലേക്ക് എത്രയും പെട്ടെന്ന്, മണിക്കൂറുകൾ വൈകിപ്പിക്കാതെ എത്രയും പെട്ടെന്ന് പോവുക എന്നതാണ് എല്ലാവർക്കും നല്ലതെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഹമാസ്.